ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണസദ്യയ്ക്ക് വിളമ്പാനായിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാം. ബീട്രൂട്ട് കൊണ്ടാണ് കേട്ടോ ഈ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിത് അരയ്ക്കാനുള്ള അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. അരയ്ക്കാനായിട്ടുള്ളത് 4 ചെറിയ ഉള്ളി, 1.5 കപ്പുണ്ട് തേങ്ങ, ഒരു 7-8 കാന്താരി മുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാക്കി ഒന്ന് അരച്ച് കൊണ്ടുവരട്ടെ. അരപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ആ ഒരു ഹോളിലല്ല കേട്ടോ ചെയ്യുന്നത്. ഒരല്പം വലിയ ഹോളാണിത്. ഇതിലൂടെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇഞ്ചി പച്ചടിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണ വിഭവത്തിലുള്ള ഇഞ്ചി പച്ചടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഏകദേശം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേറ്ററിൽ നിന്ന് ഇതിങ്ങെടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ഫുള്ള് ആകുമല്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലേക്കിങ്ങ് എടുത്ത് വയ്ക്കാം പ്ലേറ്റിലേക്ക്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയെ ചേർക്കുന്നുള്ളൂ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ ബീട്രൂട്ട് പച്ചടിയുടെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചിട്ട് ആണ് കേട്ടോ അത് ചെയ്യുന്നത്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പം നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് പച്ചടി വയ്ക്കാം. അപ്പോൾ അതായത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതേ ഇവിടെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ടിലൂടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഈ അരപ്പിൽ കിടന്നിട്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വേകും. നമുക്കിതങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യാം. അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല ടേസ്റ്റായി വരട്ടെ. അരപ്പിൻ്റെയൊക്കെ പച്ച ചുവയൊക്കെ നല്ലതുപോലെ മാറി വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നല്ലതുപോലെ ബീട്രൂട്ടും അരപ്പും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തൈര് ചേർക്കുമ്പോഴത്തേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അരപ്പും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അരപ്പും ബീറ്റ്റൂട്ടും ഒക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് തൈര് ഞാനൊന്ന് ചെറുതായിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് കൈവിടാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. കാരണം തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി. തിളയ്ക്കൊന്നും വേണ്ട. തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. നല്ലതുപോലെ ചൂടാകുന്നത് വരെ നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. നമ്മുടെ ഓണസദ്യക്ക് ഒന്ന് വിളമ്പുന്ന വിഭവങ്ങൾക്കെല്ലാം ഒരേ സൈസിലുള്ള കളർ വരുമ്പോൾ അത്ര രസം ഉണ്ടാവില്ലല്ലേ. അവിയൽ, പച്ചടി, ഇഞ്ചിപ്പച്ചടി. അപ്പം ഇതാകുമ്പം വേറൊരു വെറൈറ്റി ആയിട്ടൊരു കളർ അല്ലേ, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു പിങ്ക് കളർ നമ്മുടെ സദ്യയിൽ അല്ലേ, അതൊരു അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഒരു തടുക്കാപ്പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അല്പം കടുക് ചേർത്ത് കൊടുത്തു. കടുക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാൻ വളരെ കുറച്ചാണ് കടുക് ചേർക്കാറുള്ളത്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 2-3 ചെറിയ ഉള്ളി നൈസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തത് അതങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. ചെറിയ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോഴാണ് ആ വറ്റൽമുളകിൻ്റെയൊക്കെ ഒരു ഫ്രൈ ആയതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ പച്ചടിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതാ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിൽ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു ഓണ വിഭവമായി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.